ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഡിസംബർ 31 2025 അവസാന ദിവസം. അപ്പോൾ ഈ വർഷം ദൈവം തന്നിട്ടുള്ള അനുവദിച്ചു തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കും സന്തോഷങ്ങൾക്കും ദുഃഖങ്ങൾക്കും എല്ലാം വിട പറഞ്ഞുകൊണ്ട് നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. അതോടൊപ്പം ഈ വർഷം എൻ്റെ ഫോളോവേഴ്സായിട്ട് ആഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒരു 200 എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പം വീഡിയോസ് എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് പല സമയങ്ങൾ കൊണ്ടൊക്കെ എനിക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഈ ചാനൽ ഒരിക്കലും നിൽക്കില്ല. എനിക്ക് മാക്സിമം എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം ഞാൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഫോളോ ചെയ്തവരെ കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ വീഡിയോസ് ഇനിയും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വീഡിയോസ് വരും, ഉറപ്പായിട്ടും വരും. ഈ ഞാൻ കാണുന്ന നോർത്ത് ഇന്ത്യൻ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യും. അപ്പോൾ ഇതിൽ നോയിഡ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് കേട്ടോ. അതിൽ കയറിയിട്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾ നോക്കണം. അപ്പോൾ നോയിഡയിലെ കുറേ വിശേഷങ്ങളൊക്കെ കാണാം. ഡൽഹിയിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണണം. അതുപോലെ വഡോദരയിലെ വിശേഷങ്ങൾ കാണണം. അപ്പോൾ മാക്സിമം നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ഈസ്റ്ററും പെസഹായും ഒക്കെ അങ്ങ് നോയിഡയിലും പിന്നെ നമ്മുടെ ഓണവും ക്രിസ്മസും ഒക്കെ ഇങ്ങനെ വഡോദരയിലും ആയിരുന്നു. അപ്പം ഈ വർഷം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സും തുടർ വർഷങ്ങളിലും എന്നെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് കാണുക. അപ്പോൾ ഇനി നമ്മൾ കാണുന്നത് അടുത്ത വർഷമായിരിക്കും. ഇത് ഈ വർഷത്തെ എൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇവിടെ ഇന്ന് കണ്ടോ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടോ, തണുപ്പിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. കാരണം ഇന്ന് നല്ല തണുപ്പുണ്ട്. ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ജനുവരി ആണ് കേട്ടോ ഏറ്റവും തണുപ്പുള്ള സമയം എന്ന് പറയുന്നത്, മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും ഈ തവണ എന്തുകൊണ്ടോ തണുപ്പ് കൂടുതലാണ്. അപ്പം ഇതിപ്പോൾ ഡിസംബർ 31 ജനുവരി 1 നാളെയാണല്ലോ, അതിൻ്റെ തുടക്കമാവാം ചിലപ്പോൾ. ഇന്നെന്തായാലും രാവിലെ നല്ല തണുപ്പുണ്ട്. അപ്പം മോളെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വന്നതാണ് കേട്ടോ. അന്നേരമാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. സൗണ്ട് പൊല്യൂഷൻ പ്രശ്നമാകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. പക്ഷെ ഒരു നിവൃത്തിയില്ല, ഇവിടുത്തെ വർക്ക് നടക്കുകയാണ്. നമ്മളെവിടെ താമസിച്ചാലും അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബിൽഡിങ് പണി നടക്കാറുണ്ട്. ഇതാ ഇവിടുത്തെ ഒരു മോർണിംഗ് ഞാൻ കാണിച്ചു തരാവേ. ഇത് 30 ഞാൻ എടുത്തതാണ് കേട്ടോ രാവിലെ. അന്ന് ഇതൊരു സമയം രാവിലത്തെ ഒരു 7 മണി നേരമാണ് കേട്ടോ. കണ്ടോ ഇപ്പോഴും വണ്ടികളൊക്കെ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അത്ര വെട്ടം വന്നിട്ടില്ല കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ രാവിലത്തെ സമയവും അതുപോലെ വൈകിട്ട് ഒരു 4 മണി തൊട്ട് ഇതുപോലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു 2 സമയങ്ങളിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇവിടെ തണുപ്പ് തോന്നിയിട്ടുള്ളത് ഇതുവരെ. എന്നാൽ പകൽ സമയത്തൊക്കെ നല്ല ചൂട്, നല്ല വെയിലും വന്ന് നല്ല ചൂടടിക്കും. ഒരു 10 മണി തൊട്ട് 3 മണി വരെ നല്ല ചൂടുണ്ടാവും. ഇത് ഇന്നത്തെ മോർണിംഗ് ആണ് കേട്ടോ. അതായത് ഡിസംബർ 31 രാവിലെ ഞാൻ എടുത്തതാണ്. ഇവിടെ മഞ്ഞൊക്കെ നന്നായിട്ട് മൂടി നിൽക്കുന്നുണ്ട്. ഇന്നലത്തേക്കാനും വെട്ടമുണ്ട്, പക്ഷെ നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് നല്ല തണുപ്പുണ്ട്. എന്തായാലും ഈ വർഷത്തെ ക്രിസ്മസ് മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ നന്നായി തന്നെ ആഘോഷിച്ചു കേട്ടോ. പുറമേ നിന്ന് വേറെ ഒരു സാന്താക്ലോസിനെ ക്രിസ്മസ് അപ്പൂപ്പനെ കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ജെന്നിക്കുട്ടൻ തന്നെ ഒരു സാന്താക്ലോസ് ആയി. സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ ഇത്. അന്ന് ഞങ്ങൾ ഉണ്ണീഷ സെറ്റ് വാങ്ങാനായിട്ടാണ് പോയതെങ്കിലും ഉണ്ണീഷ സെറ്റ് ഒഴികെ ബാക്കിയെല്ലാം കിട്ടി കേട്ടോ. പിന്നെ ഈ ഉണ്ണി സെറ്റ് എവിടെ നിന്നാണെന്നല്ലേ, ഇത് ഞാൻ ഓൺലൈനിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളി സാധനമാണ് കിട്ടിയത്. ഈ 2 കാര്യങ്ങൾ ഒഴിച്ചാൽ 2 അട്ടിമാരുടെ തല അതിൽ നിന്ന് വിട്ടാണ് കേട്ടോ നിന്നത്. ബാക്കി എല്ലാ കളറും ബാക്കി ഫേസും എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ റെഡിയായി. ബാക്കി ഇവരുടെ കളറും ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ, ഷേപ്പും എല്ലാം. അതുപോലെ പാക്കിങ് നല്ല പാക്കിംഗ് ആയിരുന്നു. 2 ബോക്സുകളിലായിട്ട് വൈക്കോലൊക്കെ വെച്ച് അതിനകത്ത് രൂപങ്ങളൊക്കെ ഇങ്ങനെ വേറെ സെപ്പറേറ്റ് പൊതിഞ്ഞ് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് കെട്ടി അങ്ങനെ വളരെ നന്നായിട്ട് തന്നെയാണ് അവർ പാക്ക് ചെയ്ത സംഭവം ഇവിടെ നമുക്ക് എത്തിച്ചു തന്നത്. പിന്നെ വൈക്കോലൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്ന കാരണം നമുക്ക് പുൽക്കൂടിൽ വെക്കാനായിട്ട് അങ്ങനെ വൈക്കോലും കിട്ടി. ഇതാക്കണ്ട ഇതുപോലെ പ്ലാസ്റ്റിക് ഇതിൽ
പേപ്പറിൽ കവറിൽ പൊതിഞ്ഞാണ് കിട്ടിയത്. നല്ലതായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സാധനം നമുക്ക് കിട്ടി. ഇതാണ് കേട്ടോ ഇവിടുത്തെ പള്ളി, സെൻറ്റ് അൽഫോൻസ ചർച്ച്. 2024 എന്തോ ആണ് കേട്ടോ ഈ പള്ളി പണിതത്. പുതിയ പള്ളിയാണ്. ഇവിടെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് കുർബാന കൂടിയത് കേട്ടോ. പള്ളിയിലെ ക്രിസ്മസ് കോഡ് ഇതായിരുന്നു കേട്ടോ. കുറച്ച് പേര് നാട്ടിൽ പോയത് കൊണ്ടും പിന്നെ പലരും പാതിര കുർബാനയ്ക്ക് വന്നു പോയത് കൊണ്ടും ആവാം, ഞങ്ങളാകെ 8-10 പേരേ ഉണ്ടായിരുന്നുള്ളൂ രാവിലത്തെ കുർബാനയ്ക്ക്. അങ്ങനെ 2025 വീട് പറഞ്ഞ് 2026 വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ് ലോകം. അപ്പം അതിനൊപ്പം ഞാനും ചേരുന്നു. അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം കൂടുതൽ വീഡിയോസുമായിട്ട്. അപ്പോൾ കൂടുതൽ പേരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് ഇനിയും എത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അടുത്ത വർഷം കാണാം നമുക്ക്. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുന്നു, നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.